നിനക്ക് മാത്രം നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു അല്ലാ. എന്തർത്ഥം? നിസ്കരിക്കുന്നാര്? ഞാൻ ഒറ്റക്ക്. അല്ലെങ്കിൽ നിസ്കരിക്കുന്നതാര്? നിങ്ങ ഒറ്റക്ക്. ഒറ്റക്കാട്ട് ജമാഅത്താട്ട് എങ്ങനാട്ട് എങ്ങനെ ഓതോണം? ഫാത്തിഹ ഓതണം എങ്ങനെ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. പടച്ചോനെ ഞങ്ങ നിനക്ക് ആരാധിക്കുന്നു, പടച്ചോനെ ഞങ്ങ നിന്റെ ഒട്ടമേ സഹായം തേടുന്നു. ഈ ഞങ്ങാറ് നാണെന്നല്ലേ ചൊല്ലണയോ? ഞങ്ങ കൊണ്ടൂടെ? ഇയ്യാക അഅ്ബുദു അലിഫ് കൊടുക്കണായത്, വ ഇയ്യാക അസ്തഈനു അലിഫ് കൊടുത്തിട്ട് ചൊല്ലണായത്. അപ്പൊ ശരിയാവിടെ അർത്ഥ. നാണ് നിന്റെ ഒട്ട മാത്രമേ ഇബാദത്ത് എടുത്തോണ്ടുള്ള, നിന്റെ ഒട്ട മാത്രമേ കേട്ടോണ്ടുള്ള. അങ്ങനെ ചൊല്ലണായ ജാഗയില് എന്തൊക്കെ പഠിച്ചപ്പോ ഇങ്ങനെ പഠിപ്പാട്ടിയ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അങ്ങനെ ഓതണോ? അലിഫാഖുദീറ അത് ഖുർആനാണ്, അത് അള്ളാന്റെ വചനമാണ്. വള്ളി പുള്ളി വ്യത്യാസമാക്കപ്പെടാൻ പാടില്ല, പാടില്ല. മാറ്റി എഴുതാൻ പറ്റില്ല, മാറ്റി ഓതാൻ പറ്റാല. പക്ഷേ അവിടെ നീ ഒറ്റക്കാണെങ്കിലും പറയുന്നത് എന്തറിയാ? ഇയ്യാക നഅ്ബുദു, അല്ലാ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. വ ഇയ്യാക നസ്തഈൻ, ഞങ്ങൾ നിന്നോട് സഹായം തേടുന്നു എന്ന്. ഈ ഞങ്ങള് എന്ന് കൂട്ടത്തെ ചേർത്ത് പറഞ്ഞത് എന്ത് ഗുന്തുണ്ടാ? പടച്ച റബ്ബേ, നാനു ബെടക്കായിട്ടിക്കോ, നന്റെ ഇബാദത്ത് ഒരു വേള ശരിയാവാണ്ടായിട്ടിക്കോ, നന്റെതൊന്നും ശരിയായിട്ടുണ്ടാവല. എന്നാലും ഞങ്ങളുടെ ഇടയിൽ കുറെ ആൾമാരുള്ളാർ, നല്ലങ്ങ ഇബാദത്ത് എടുത്തുകൊണ്ടുള്ളാർ, നല്ലങ്ങ നിസ്കരിച്ചുകൊണ്ടുള്ളാർ, നല്ലങ്ങ നിന്റൊട്ട ദ്വാരൊന്നുണ്ടുള്ളാർ. അവരുടെ ഇടയിൽ നാണും നിന്റൊട്ട ഇബാദത്ത് എടുത്തോണ്ടുള്ള, നിക്കത് ഇബാദത്ത് എടുത്തോണ്ടുള്ള. അതുകൊണ്ട് റബ്ബേ, അവരെ ഇബാദത്ത് കബൂല് ചെയ്യുന്നത് പോലെ എന്റെ ഇബാദത്ത് സ്വീകരിക്കല്ല. അവരെ ഇബാദത്തിൽ നന്റെ ഇബാദത്ത് നീ ഇൻക്ലൂഡ് ആക്കണോ അല്ല, മിങ്കിളാക്കണോ അല്ല. അത് സിംഗിളാക്കിയിട്ട് ബെടക്കുണ്ടോ തപ്പുണ്ടോ തെറ്റുണ്ടോ എന്ന് പറഞ്ഞിട്ട് നന്റെ ഇബാദത്ത് തള്ളിക്കളഞ്ഞിരണ്ടല്ലോ. ഞാനാണെങ്കിലും ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, ഞാനാണെങ്കിലും ഞങ്ങൾ നിന്നോട് സഹായം തേടുന്നു. ഈ ഞങ്ങൾ ചൊന്നത് കൊണ്ടുണ്ടാ ആ ഒരു ഇതൊക്കെ വലിയൊരു ഇജാബത്തും ബർക്കത്തുള്ളൂ. അതാണ് നിങ്ങൾ, അതാണ് ഇൽമിന്റെ പ്രത്യേകമായ മജ്‌ലിസ്. ചെറിയ സംഗതിയല്ല. മുഅ്മിനീങ്ങളെ കൂട്ടം, മുഅ്മിനീങ്ങളുടെ സംഗമം, മുഅ്മിനീങ്ങളെ മജ്‌ലിസ്, അതിന് പ്രത്യേകമായ ഒരു പവറുണ്ട്. അതല്ലേ റസൂലുള്ളാഹി പറഞ്ഞ 40 മുഅ്മിനീങ്ങൾ കൂടിയ ജാഗയിൽ, ആണാവട്ട് പെണ്ണാവട്ട്, 40 മുഅ്മിനീങ്ങൾ കൂടിയ ജാഗല നിങ്ങ ദ്വാരക്കാണ്ട് പോയിരണ്ട. അവിടെ അതാ നിങ്ങൾ ദ്വാരക്കുമ്പോ ഉത്തരം ചെയ്യപ്പെടാൻ, ഉത്തരം സ്വീകരിക്കപ്പെടാൻ, ഉത്തരം നൽകപ്പെടാൻ എല്ലാം കൊണ്ട് യോഗ്യത്തെ, അർഹത്തെ, ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളെങ്കിലും, ഒരാൾ മാത്രമെന്നല്ല, only one എന്നല്ല, only one എന്നല്ല, അറ്റ്ലീസ്റ്റ് വൺ, കടിമ പക്ഷ ഏറ്റവും ചുരുങ്ങിയത് ഒരാളെങ്കിലും നിങ്ങളിടയിൽ ദുആക്ക് ഉത്തരം നൽകപ്പെടുന്നവരുണ്ട്. അല്ലാഹുവിന്റെ വലിയുണ്ട്. എല്ലാവരും നല്ലവരാണ്, എല്ലാവരും നല്ലോണം ദുആരം നാളല്ലാഹു ഉത്തരം ചെയ്യപ്പെടാൻ പറ്റിയവരാണ്. ഒരു വേള എല്ലാവരും നല്ലവരല്ലെങ്കിലും 40 ആള് കൂടിയവിടെ 39 ആള് ബെടക്കാണെന്നാണെങ്കിലോ അതിൽ 40 ആളും ബെടക്കാവല. ഒരാളെങ്കിലും അവിടെ നല്ലയാളുണ്ട്. അതുകൊണ്ട് അവിടെ നല്ലോണം ദുആരം നോളണോ, അവിടെ നല്ലോണം ആമീൻ ചൊല്ലണോ, അവിടെ നല്ലോണം ദ്വാരപ്പിച്ചോളണോ, അവിടെ ഇരുന്നിട്ട് നല്ലോണം സമയം കളയണോ. കാരണം ആ മജ്‌ലിസിന് വലിയൊരു ബർക്കത്തുണ്ട്, ഇജാബത്തുണ്ട്, റഹ്മത്തുണ്ട്, കാര്യമുണ്ട്, പവറുണ്ട്. അല്ലാഹുവിനെക്കാളേറെ ചന്തത്തിൽ നാളവന്റെ സ്വർഗലോകത്ത് ഞങ്ങളെ ഹിസാബില്ലാതെ ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ ചൊല്ല്. ഞങ്ങളെ പാപങ്ങൾ നോക്കിയെങ്കിൽ ഞങ്ങൾക്ക് സ്വർഗം ഡൗട്ടാണ്. ഞങ്ങളെ ഇബാദത്തിന്റെ കണക്കെടുക്കാൻ നിന്നെങ്കിൽ ഞങ്ങൾക്ക് സ്വർഗം ഡൗട്ടാണ്. അതൊന്നും നോക്കാതെ കാരുണ്യവാനായ റബ്ബ്, കരുണക്കടലായ റബ്ബ്, ദയാലുവായ റബ്ബ്, മുസ്തഫായ നബി തങ്ങളെ ശഫാഅത്തിലായി, മഹാന്മാരുടെ ജിവാരിലായി അവന്റെ സ്വർഗലോകത്ത് ഞങ്ങളെ ഇതിനേക്കാളേറെ ചന്തത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ ചൊല്ല്. അല്ലാഹ് ഒരുമിച്ച് കൂട്ടട്ടെ.
അതുകൊണ്ട് ഈ ചെറിയ കാലം നമ്മൾ ജീവിക്കുമ്പോ, ചെറിയ ആയുസ് നമ്മൾ ജീവിക്കുമ്പോ നമുക്ക് അള്ളാഹു തരുന്ന ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ് ഇങ്ങനത്തെ ചില നേരങ്ങളല്ല. ഇത് നമുക്കിതെല്ലാവർക്കും കൊടുക്കാല്ല, ഇത് എല്ലാവർക്കും ഈ ചാൻസ് ഇല്ല. എനക്കുണ്ടല്ലേ ഈ പ്രസംഗത്തിന് നിന്ന് പൊട്ടുപിടി എപ്പോഴും ചെല്ലുമ്പോൾ നാളത് എപ്പോഴും ചെല്ലുമ്പോൾ ഒരു പാങ്ങില്ല അല്ലേ, ഇയാൾക്ക് എപ്പോഴും ഇതേ പാട്ട്, എപ്പോഴും ഇതേ പാട്ട്. അത് വേണ്ട വിട്, ഏത് പാട്ട് അൽഹംദുലില്ലാ. പിന്നെ ഈ വേണ്ടത് ഞാൻ വേണ്ട വെച്ചൊന്നും പിന്നെ കേൾക്കു തീരാ. ഇത് അൽഹംദുലില്ലാ നമുക്ക് ചെറിയ ആയുസ് ഈ ദുനിയാവിൽ. കുറേ കാലത്ത് ആയുസൊന്നുമില്ല. പണ്ടത്തെ ആൾമാർ ചെയ്യിച്ച പോലെ ജീവിച്ച പോലെ ഒന്നും 300, 400, 500, 1000, 2000, 2700 ആണ്ടല്ലേ ജീവിച്ച മനുഷ്യന്മാർ ഇന്നാറൂടെ. ഇപ്പൊ ദുനിയാവിൽ ഏറ്റവും വലിയ ആയുസ്സുള്ള ഒരാളൊരു പെണ്ണുങ്ങ, അത് ബീഹാറിൽ ഞങ്ങളെ നിതീഷ് കുമാറിന്റെ 128 ഒഫീരിവായത്തിൻ ചൈനയിൽ ഏതോ ആട്ട് അങ്ങനത്തെ ഒരാൾ ഇപ്പോൾ ഉള്ളോ കാനശുമാരി കണക്കിൽ ഇപ്പം അങ്ങനത്തെ ഒരാളുണ്ടോ 128 നമുക്കിപ്പോൾ എത്ര ചാൻസ് ഉണ്ടാ? മുഹമ്മദ്